നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ സംഭവത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ഗോപൻ സ്വാമി ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നടന്നുപോയി സമാധിയായെന്നാണ് മകൻ നേരത്തെ മൊഴി നൽകിയത്. സ്വാമിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസി പോലീസിൽ പരാതി നൽകി. വിവാദ സമാധി പൊളിച്ചുള്ള പരിശോധന വൈകാനാണ് സാധ്യത. നെയ്യാറ്റിൻകര സമാധി കേസിൽ ഓരോ ദിവസവും പുറത്തുവരുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുരൂഹതകളുടെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സമാധിയെക്കുറിച്ച് മകൻ പറഞ്ഞതുമായി പൊരുത്തപ്പെടുന്നതല്ല ബന്ധു നൽകിയ മൊഴി. വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തി ഗോപൻ സ്വാമിയെ കണ്ട ബന്ധു പോലീസിനോട് പറഞ്ഞത് സ്വാമി ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നെന്നാണ്. എന്നാൽ മകൻ നൽകിയ മൊഴി ഗോപൻ സ്വാമി നടന്നുപോയി സമാധിയായെന്നാണ്. മൊഴികളിലെ ഈ വൈരുദ്ധ്യം പല സംശയങ്ങളും ബലപ്പെടുത്തുന്നു. അന്വേഷണത്തിന്റെ മുന്നോട്ടു പോക്കിന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ സ്ഥലം പൊളിച്ചുള്ള പരിശോധന വൈകും. സബ് കളക്ടർക്ക് ലഭിച്ച പോലീസ് റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറി. സിമന്റ് തറ പൊളിച്ചുള്ള പരിശോധന നാളെയോ മറ്റന്നാളോ മാത്രമേ നടക്കൂവെന്ന് സബ് കളക്ടർ അറിയിച്ചു. ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസിയായ വിശ്വംഭരൻ നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് നെയ്യാറ്റിൻകര ആറാലുമൂട് ചന്തയ്ക്ക് സമീപം കാവുവിളാകം കൈലാസനാഥ ക്ഷേത്ര സ്ഥാപകനും പൂജാരിയുമായ മണിയൻ എന്ന ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയത്. സമാധി ചടങ്ങുകൾ ആരും കാണരുതെന്ന് അച്ഛൻ നിർദ്ദേശിച്ചിരുന്നെന്ന് മകൻ പറയുന്നു. അതിനാൽ അയൽവാസികൾ പോലും കാണാതെയാണ് മക്കൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന സമാധിപീഠത്തിൽ ഗോപൻ സ്വാമിയെ ഇരുത്തി സ്ലാബിട്ട് മൂടിയത്. തുടർന്ന് ഗോപൻ സ്വാമി സമാധിയായതായി ഇവർ തന്നെ പോസ്റ്ററുകളും പതിച്ചു. പോലീസ് അന്വേഷണത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 നെയ്യാറ്റിൻകര.